ഓപ്പറേഷൻ തൂഫാനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ല കാര്യമല്ലേ ചെയ്യുന്നത്. ഏത് രീതിയിലാണ് നല്ല കാര്യമാണെന്ന് തോന്നിയത്? ഈ ഡ്രഗ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിടിക്കല്ലേ ചെയ്യുന്നത്. എത്രയോ കോടിയുടെ പിടിച്ചു എന്ന് ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല കാര്യമല്ലേ. പിണറായി സർക്കാർ ഇരുന്ന സമയത്ത് ഇതുപോലത്തെ കോടികളുടെ പിടുത്തമൊക്കെ നടത്തിയത് വാർത്തയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വി.ഡി. സതീശൻ വരുമ്പോഴും വീണ്ടും അതേ കോടികൾ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇവർ പിടിക്കുന്നുണ്ട്, പക്ഷേ കുറയുന്നില്ല. എന്തായിരിക്കും കാരണം? അതെനിക്കറിയില്ല കുറയാത്തത്. ഞാൻ എന്തായാലും പഴയ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് നല്ലതായിട്ടേ തോന്നിയിട്ടുള്ളൂ. പിടിക്കട്ടെ, അവർക്ക് പറ്റുന്ന അത്രയും അവർ പിടിക്കട്ടെ. ഇവർ പിടിക്കുന്നവരൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അവരെ കാണുമ്പോൾ, അതായത് ഇപ്പം ന്യൂസിലൊക്കെ കണ്ടല്ലേ അറിയുന്നത് പിടിക്കുന്നതായിട്ട്? അതെ. ആ ന്യൂസിൽ കണ്ട അത്ര ആൾക്കാരൊക്കെ വളരെ പുവർ ആണോ അതോ ഭയങ്കര റിച്ച് ആണോ? മീൻസ് പിടിക്കുന്ന ആൾക്കാരോ? പിടിച്ചവർ, ഇപ്പൊ പിടിക്കപ്പെടുന്ന ആൾക്കാരെ കാണത്തില്ലേ, ഇങ്ങനെ ഇവർ വീഡിയോ ഒക്കെ എടുത്തിടത്തില്ലേ, ഇത്ര കിട്ടി അത്ര കിട്ടി എന്നൊക്കെ പറയുന്നത്, അവരൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർ. സാധാരണക്കാരെ പിടിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ സാധാരണക്കാരുടെ കയ്യിൽ ഈ കഞ്ചാവ് എങ്ങനെ കിട്ടുന്നത്? എനിക്കറിയില്ല. ഈ കേരളത്തിൽ ഒരു കഞ്ചാവ് തോട്ടം ഉള്ളതായിട്ടൊരു വാർത്ത കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കേരളത്തിൽ കഞ്ചാവ് തോട്ടം ഇല്ലെന്നുള്ള ഉറപ്പാ? വീട്ടിൽ നിന്ന് പിടിക്കുന്ന അല്ല, അത് പോരെ. ഇത് കോടികളുടെ ഒരു തോട്ടം ഉള്ളതായിട്ട് വാർത്ത കേട്ടിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ ഇവിടെ തോട്ടം ഇല്ല. അപ്പൊ ഇത് ബോർഡർ കടന്നു വരുന്ന സാധനം ആകാനാണ് സാധ്യത. അപ്പൊ ഈ ബോർഡർ കടന്ന് ഈ പാവപ്പെട്ടവന്റെ എത്തുന്നിടം വരെ കാണാത്ത ഒരു സംഭവം പെട്ടെന്ന് ഇവിടെ വന്ന് എല്ലാരും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് നിൽക്കുവോ? ഇല്ല. എവിടെയാണോ അതിന്റെ തുടക്കം അവിടെ നിന്ന് അത് അതല്ല, ഇവരുടെ നിന്നൊക്കെ പിടിക്കും. ഈ പാവപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് കൂടുതൽ ഒരു അഡിക്സ് ആയിരിക്കാം, വേറെ തൊഴിലില്ലായിരിക്കാം, അവർക്ക് വേറെ ഉപജീവനമാർഗ്ഗം ഇല്ലാതാവുമ്പോൾ ഇവിടെ ഒത്തിരി പേര് ഈ ജോലിക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലും കക്കാനും മോഷ്ടിക്കാനും പിടിച്ചു പറിക്കാനും കൊല്ലാൻ വരെ ഇവിടെ ആളുണ്ട്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു പണിയായിരിക്കാം ഈ കഞ്ചാവ് കച്ചവടം അതും ഇതുമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം മാഫിയക്ക് വളരെ ഈസിയാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരെ കിട്ടും. അപ്പോൾ ഈ പാവങ്ങളെ മാത്രം പിടിച്ചുകൊണ്ടിരുന്നാൽ ഇത് നിൽക്കുമോ? പാവങ്ങളെ മാത്രം പിടിച്ചുകൊണ്ട് നിൽക്കത്തില്ല. അത് കറക്റ്റായ ഒരു കാര്യമാണ്. അവരതിന്റെ ഉറവിടമാണ് കണ്ടുപിടിക്കേണ്ടത്, എന്നിട്ട് അവിടെയാണ് ചെയ്യേണ്ടത്. അത് കറക്റ്റാണ്. പക്ഷേ മാത്രമല്ല, ഇപ്പം ഇവിടെ പിടിച്ചവർക്ക് ആർക്കും റീഹാബിലിറ്റേഷനോ സൈക്കാട്രിക് ട്രീറ്റ്മെന്റോ കൊടുത്തിട്ടില്ല. എല്ലാവരും കേസിൽ കുടിക്കതേ ഉള്ളൂ. ശരിക്കും അതിന്റെ കറക്റ്റീവ് മെഷർ മറ്റേതല്ലേ? എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ ഇത് പുറമേ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ പിടിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നല്ല കാര്യമല്ലേ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ട്, എല്ലാ വർഷവും 30,000 കേസ് വെച്ച് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാതെ കുറയുന്നില്ല. അത് കറക്റ്റാണ്. എനിക്കിത്രേ അറിയുള്ളൂ. അല്ല, നമ്മളപ്പോൾ എന്താ ഞാൻ ചോദിക്കുന്ന അറിയോ? ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ, അത് ശരിയാണോ തെറ്റാണോ എന്നൊരു തോന്നൽ. അപ്പം എനിക്കിത് കണ്ടിട്ട് ഭയങ്കര തെറ്റായിട്ടാണ് തോന്നുന്നത്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പാവങ്ങളെ പിടിച്ച് കഴിയുമ്പോൾ അവരെ പിടിച്ച് വീഡിയോ നിർത്തുന്നത് ശരിയല്ലല്ലോ. അല്ല, കാരണം അവർക്കിനി ഇതിനകത്തുനിന്ന് നിർത്തി പോയാൽ പോലും അവർക്ക് പേരുദോഷം ബാക്കി നിൽക്കും. കേരളത്തിൽ എവിടെ പോയാലും ഇവർ അറിയപ്പെടുന്ന പോലെ ആക്കി കളയും. അതെ, അത് കറക്റ്റാണ്. അത് നിങ്ങൾ പറഞ്ഞ പോലെ സാധാരണക്കാരുടെ അടുത്തുനിന്ന് മാത്രം പിടിച്ചുകൊണ്ട് ഇത് തീരാൻ പോകുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരാളെ ഹ്യൂമിലിയേറ്റ് ചെയ്തുകൊണ്ട് അയാൾ നന്നാവാനാണോ നശിക്കാനാണോ കൂടുതൽ സാധ്യത? എനിക്കറിയില്ല. നശിക്കാനുള്ള 2-3 സാധ്യതകളുണ്ട്. ഒന്ന്, അയാൾ ഒരിക്കലും ഇതിനകത്തൊന്നും മാറാതെ അയാൾ എവിടെ ചെന്നാൽ അയാളെ ഇങ്ങനെയൊക്കെ ആൾക്കാർ ജഡ്ജ് ചെയ്യും. അയാൾക്ക് ജോലി കിട്ടത്തില്ല. ചിലർ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്, ചിലർ ഡിപ്രഷനിൽ പോകാൻ സാധ്യതയുണ്ട്, അവരുടെ കുടുംബക്കാർക്ക് കണക്കിടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത്രയും എന്താ പറയുക, ഒട്ടും ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ഇല്ലാത്ത രീതിയിൽ പോലീസും മീഡിയയും കൂടെ ഇങ്ങനെയുള്ളവരെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് നാറ്റിക്കുന്ന പരിപാടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ആരുടെ വീട്ടിൽ വേണം ഇതിപ്പോൾ നമ്മുടെ ഫാമിലിയിൽ, ഈ ഒരു ഫാമിലിക്കകത്ത് അല്ലെങ്കിൽ പോലും ഒരു കസിനോ അല്ല കസിൻ്റെ കസിനോ ഒക്കെ പെടാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ്. ആരെയും നമുക്ക് അങ്ങനെ തീർത്ത് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് പോയി പെടുവോ എന്താവും, ഓരോരുത്തരുടെ ഒരു മാനസികാവസ്ഥ പോലൊക്കെ ഇരിക്കും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് നിർത്തുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് ഞാൻ പറയാറുണ്ട്. എന്താ അഭിപ്രായം? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സാധാരണക്കാരെ പിടിച്ചത് കൊണ്ട് മാത്രമല്ല, അവരുടെ ഇങ്ങനെ മീഡിയക്ക് മുന്നിൽ കൊണ്ട് മാത്രം ഇത് തീരാൻ പോകുന്നില്ല. അവർക്ക് കുറെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവേ ഉള്ളൂ. അപ്പൊ അത് കറക്റ്റ് ആണ്. അതിനകത്ത് വേറൊരു പ്രശ്നമുള്ള എന്നാ അറിയാം, ഇപ്പൊ ഇവരെ കഞ്ചാവിനെ പിടിച്ചത്, അവൻ നാളെ തൊട്ട് കഞ്ചാവിന് കിട്ടുന്നില്ലെങ്കിൽ അവൻ കള്ളു കുടിക്കാൻ തുടങ്ങും. അത് നല്ലതാണോ? അങ്ങനെ കുടിച്ചു കഴിഞ്ഞുള്ള പ്രശ്നം എന്താ അറിയോ? ആൽക്കഹോൾ ആണ് മോസ്റ്റ് ഡേഞ്ചറസ് ഡ്രഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റഡി ഉണ്ട്. അത് സെൽഫ് ഹാമും പോരാത്തതിന് പുറത്തുള്ളവർക്കും ഹാംഫുൾ ആയിട്ടുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗ്സ് ആൽക്കഹോളാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിൽക്കുന്നതെന്ന് പറഞ്ഞ് ഗവൺമെന്റ് തന്നെ പരസ്യം ചെയ്യും. ഗൂഗിളിൽ ചുമ്മാ നോക്കിയാൽ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അതുമല്ല, ഈ ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളത് അല്ലെ കൊച്ചിയിലുള്ള എവിടെയാന്ന് വല്ല വാർത്തക്കകത്ത് കണ്ടറിയാമോ? പെരുമ്പാവൂര്. ഈ പെരുമ്പാവൂരാന്നുള്ളത് ഇവിടെ എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാം. അതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചാൽ വാർത്തയിലൂടെ പോലീസുകാരും അവരും നാട്ടുകാരും എല്ലാം വീഡിയോ എടുത്തിട്ട് കേരളം മുഴുവൻ അറിയാം. പെരുമ്പാവൂര് ഭയങ്കര ഡ്രഗ്സിന്റെ കേന്ദ്രമാണ്. ഒരു
പ്രായപൂർത്തിയാകാത്തതോ ആയ ഒരാൾ ഡ്രഗ്സ് വേണമെന്ന് അയാൾക്കൊന്ന് തോന്നുകയെന്ന് വിചാരിക്കും. എന്തെങ്കിലും സിനിമ കണ്ടിട്ടോ അല്ലെ വേറെ എന്തെങ്കിലും മൂഡുണ്ടായിട്ടോ അല്ലെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കൊണ്ടോ അയാൾക്ക് തോന്നിയാൽ അയാൾ പെരുമ്പാവൂർ എത്തോ ഇല്ലയോ? പോവായിരിക്കും എന്നല്ല, അയാൾക്ക് വേണമെങ്കിൽ അയാൾ അവിടെ തന്നെ പോകത്തില്ലേ? അതെ. അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകൾ അധികം പ്രചരിപ്പിച്ച് നാട്ടുകാരെ അറിയിക്കുന്നത് ശരിയാണോ? ശരിയല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, കൂടുതൽ അവിടെ എത്തത്തല്ലേ ഉള്ളൂ. അതെ. ഇതൊക്കെ അത്രേ ഉള്ളൂ.